ഇത് നമ്മൾ അവിടെ നിന്ന് വന്നു കഴിയുമ്പോൾ കണ്ട വേറൊരു സ്ഥലമാട്ടോ ഇത്. ഇതിൻ്റെ ബാക്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടിക വെച്ചാണ് ബാക്കിൽ പണിതേക്കുന്നത്. പിന്നെ ഇത് അതിൻ്റെ ഗോപുരമായിരുന്നു, അത് പൊളിഞ്ഞാടി പോയതാ. പിന്നെ ഇതേപോലത്തെ സ്ഥലങ്ങളാണ് മൊത്തം ഉള്ളത്. അവിടെ ഇതുപോലെ തന്നെ ഓരോ കാണുന്നുണ്ട്, പിന്നെ എൻ്റെ മേളിലുണ്ട്. അങ്ങനെ നമുക്കിനി മേളിലിട്ടുള്ളത് കാണാം. ജസ്റ്റ് ഇങ്ങനത്തെ ഇതൊക്കെയാണ് കാണുന്നത്. അതാണ് ഞാൻ ജസ്റ്റ് എന്ന് പറഞ്ഞ് ഒത്തിരിയായി ഞാൻ അങ്ങനെ പറഞ്ഞ കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കുറേ ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊരു ഇത് കാണിക്കുന്നത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് നമുക്ക് കൂടുതൽ കാണാനുള്ളത്. നിങ്ങൾക്ക് ഇത് എവിടെ പോയിട്ട് അങ്ങോട്ടേക്കുള്ളത് കാണാം കാഴ്ചകൾ. അപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഉളി വെച്ചിട്ട് അടിച്ച് പൊട്ടിച്ചാണ് കാണുന്നത്. ഇതുണ്ടോ, ഇതുപോലെ ഫുള്ളിങ്ങനെ അടിച്ച് പൊട്ടിച്ചിട്ട് അവർ ചെയ്തേക്കണേ. ഉളി വെച്ച് അടിച്ച് പൊട്ടിച്ചാണ് കേട്ടോ. ഇത് ഉളിയല്ലോ, അതിന് വേറെന്ത് പേര് പറയല്ലോ സാധനത്തിന്. കണ്ടോ, അതിൻ്റെ ഓട്ടകളാണ് കാണുന്നത്. കണ്ടോ, പൊട്ടിച്ചിട്ടാണ് കണ്ടോ കല്ല്. ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടായിരിക്കും എന്താ ഈ പാറ കാണിച്ചതെന്നല്ലേ. അതിൻ്റെ കാരണം കണ്ടോ എങ്ങനെയുണ്ട്. വെയിൽ കൂടുതലാണ് ഇവിടെ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഒരു മഴയാട്ടായി ഒരു ചെറിയ മഴയൊക്കെ ഉണ്ടെങ്കിലോ നമുക്ക് ഭയങ്കര രസമാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. അടിപൊളി വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ഇഷ്ടപ്പെടും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു മഴയത്ത് വന്നത് ഇവിടെ, അത് കാരണം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ശരിക്കും പറയാൻ കാരണം. ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. പിന്നെ നമുക്ക് വെയിലുണ്ടെങ്കിലും അതിൻ്റെ അത്ര ചൂടില്ല. അതിന് ഫുൾ ടൈം ഒരു കാറ്റ് ഉള്ള കാരണം ചൂടില്ല. ഇതുണ്ടല്ലേ, ഇത് ശരിക്കും ഈ കാണുന്നത് നിലവിളക്കൊക്കെ അല്ലേ, നമ്മുടെ എന്താ പറയുക, ഈ കൊടിമരം, അതുപോലത്തെ ഒരു കൊടിമരമാണിത്. ഇതിൻ്റെ മേളിൽ തിരി വയ്ക്കാം. ഈ കൊടിമരത്തിൻ്റെ മേളിൽ കൊടിമരം പോലത്തെ ഒരു ഇതൊരു അമ്പലം കേട്ടോ. ഇതിൻ്റെ അകത്ത് ഞാൻ കയറിയായിരുന്നു. വേറെ പ്രതിഷ്ഠയോ കാര്യങ്ങളോ ഒന്നുമില്ല. സാധാ ഒരു പഴയ ഒരു അമ്പലം. അതിൻ്റെ അകത്ത് കഴിയുമ്പോൾ ചുമ്മാ എന്താ പറയുക, ഒരു വലിയ കല്ലോരം കിടക്കുന്നുണ്ട്, അതേ ഉള്ളൂ. നമുക്ക് കയറി കാണിച്ചു തരാം ഞാൻ. പിന്നെ കുറേ ആടുകളുണ്ടെന്ന് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആടും പശുവും ഇവിടെ ഒരു രക്ഷയില്ല, നിറച്ചുണ്ട്. ചുമ്മാ കുറേ ഉണ്ട് ഇവിടെ. ഞാനിൻ്റെ മേളിൽ കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം. സ്റ്റെപ്പ് കയറി കഴിഞ്ഞ് നേരെ മേളിൽ വരിക. സ്റ്റെപ്പ് കയറി നടന്ന മട്ടത്തോർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ അവിടെ. ഇതുണ്ടോ, എല്ലാം ഫുള്ള് കല്ലും കൊണ്ടാണ്. കല്ല് വിട്ടൊരു കളിയില്ലേ അവർക്ക്, അതാണ് കാര്യം, മെയിൻ കാര്യം. താഴത്തെ ആട് വേണമുണ്ടോ. ഇതാണ് ഇവിടെ ഇരുന്നുള്ള കാണാനുള്ള ഭംഗി. പിന്നെ ഇതേ ആ കാണുന്നതാണ് ശരിക്കും മങ്കി ടെമ്പിള്. കണ്ടോ, ഒരു പാറമയം. പിന്നെ ഇതേ കാണുന്ന ഗോപുരമാണ് വീരപക്ഷ ടെമ്പിള്. പിന്നെ ഇതേ കാണുന്ന അമ്പലമാണ് സൺസെറ്റ് കാണാൻ വേണ്ടി കയറണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണം ഞാനിന്ന്. അത് എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല, നോക്കട്ടെ. എന്തായാലും കയറണം എന്നാണ് എൻ്റെ മനസ്സിൽ. എന്തായാലും നോക്കണം. പിന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്തുള്ള വിശേഷങ്ങളാണ്. ഇതിൻ്റെ അകത്ത് ഇന്ന് ലോക്കാണ്, ഞാൻ കയറിയായിരുന്നു. ലോക്കല്ല, ജസ്റ്റ് ഉള്ളിൽ നിന്ന് പൂട്ടിയിട്ടുള്ളൂ. കയറാൻ പറ്റും. പിന്നെ എനിക്ക് ചെറിയ കയറാൻ ഒരു മടി, അതുകൊണ്ട് പേടിയാതെ കൂട്ടിക്കോ, അത് വേറെ സത്യം. വേറെ ആരുമില്ല. ഞാൻ വന്നപ്പോൾ നിറച്ച ആൾക്കാരായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഇരുട്ടൊക്കെയാണ്. ഇതുണ്ടോ, അതൊരു വ്യൂ പോയിൻ്റ് ആട്ടോ. അതിൻ്റെ മേളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും ഒരു വ്യൂ പോയിൻ്റ്. അത് അതിൻ്റെ മേളിൽ ചെന്നിട്ട് ഏറ്റവും മേളിൽ കയറാൻ പറ്റില്ല, ജസ്റ്റ് ആ താഴത്തെ ആ ഒരു നില വരെ കയറാം. അതുകൊണ്ടൊക്കെ കാണാൻ പറ്റും. അടിപൊളിയല്ലേ. ഇത് കണ്ടോ, ഇത് കാൽപാതമാണ് കാണുന്നത്. കണ്ടോ, ഈ കാണുന്ന കാൽപാദം കൊത്തി വെച്ചേക്കുന്നതാണ്. എന്തൊക്കെ അർത്ഥവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ചളാക്കുന്നില്ല കേട്ടോ. അതേപോലെ ഈ കാണുന്നത് മറ്റേ മൂണിൻ്റെ ഇതില്ലേ, മൂണിൻ്റെ ഇതാണ്. എനിക്കപ്പോൾ ഇത് മൂണിനെ ബേസ് ചെയ്തിട്ട് എന്ത് സംഭവമാണിത്. ഇതുണ്ടോ, ഇതൊരു ഹാഫ് മൂണിൻ്റെ ഒരു ഇതുപോലെ വർത്തണം. കണ്ടോ, ചന്ദ്രൻ ചേട്ടൻ്റെ വീട് കണ്ട എല്ലാം പുള്ളി മാമൻ ഉദിച്ച പോലെ. ഇത് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫുൾ മൂണായിരിക്കും കേട്ടോ. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതൊരു കാറാവാൻ ചാൻസ് ഉണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പ്. ഇനി മറ്റേ ഇതാണോ ഏലിയൻസിൻ്റെ, അതാണോ ശരി ഡൗട്ടുണ്ട്. എന്തൊക്കെയോ അവർ ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് പല ഭാഗത്തും നോക്കിയിട്ട് മനസ്സിലായില്ല. പിന്നെ ഈ കാണുന്നത് ഒരു കാൽപാദം. ഇതുണ്ടോ, ഇതൊരു കാൽപാത. പിന്നെ ഇവിടെ ഒരു ശൂലത്തിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്.
കണ്ടോ, ശൂലല്ല, ആ ശിവൻ്റെ കയ്യിലൊക്കെ ഇരിക്കണേ അല്ലേ, അത് അതിൻ്റെ പടം കണ്ട ഇവൻ ചിരിച്ച് പിടിച്ചോണ്ട് എനിക്ക് മനസ്സിലായെന്ന് വേണ്ട. ഇതൊരു കാൽപാദം, പിന്നെ ഒരു ശൂലം. എൻ്റെ കാല് ചെയ്യലോ, ചെറിയ കാൽപാദം കേട്ടോ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ല, ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒന്നും കാണാനില്ല, ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇതാണ്. പിന്നെ നമ്മളിത് ആൾക്കാർ താഴെ ഇരിപ്പുണ്ട്, അത് സുഗ്രീവ ഗുഹ കേട്ടോ. അവിടെ നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം. സുഗ്രീവ ഗുഹ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുഗ്രീവനെന്തോ തപസ്സിരുന്നതാണെന്നൊക്കെ തോന്നണു, എനിക്കറിയാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം നമുക്ക്. അടിപൊളി ഗുഹയാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനു മുന്നേ ഞാൻ കണ്ടിருக்கு, ഞാൻ പാത്തിട്ടെ. ഇനി നമുക്ക് സുഗ്രീവ ഗുഹയിലിട്ട് പോകാം ഗായ്സ്. ഞാൻ ഈ ഗായ്സ് എന്നൊക്കെ പറയാത്ത വേറൊന്നുമില്ല കേട്ടോ, എനിക്ക് ചമ്മല, അതാണ് ഞാൻ ഗായ്സ് ഒന്നും പറയാത്തത്. ഗായ്സ് ഗൂയിസ് അതൊക്കെ ഭയങ്കര ശോക. പിന്നെ ഇടയ്ക്ക് ഞാനിങ്ങനെ പറയും, അത് കാര്യമാക്കണ്ട. നിങ്ങൾക്ക് അവിടെ കുറച്ച് ആൾക്കാരിക്കുന്നുണ്ടോ തണലത്ത്, ഓരം പറ്റി കാണാൻ പറ്റില്ല, അവിടെ ചെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ ആൾക്കാർ നിൽക്കുന്നുണ്ടോ, അതാണ് സുഗ്രീവ ഗുഹ കേട്ടോ. സുഗ്രീവൻ വന്ന് അവിടെ ഇരുന്നു നോക്കുള്ളതാണ്, അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. സുഗ്രീവ ഗുഹ എന്നാണ് എൻ്റെ പേര്. ഞാൻ എൻ്റെ അകത്തുള്ള ഭാഗങ്ങൾ കാണിച്ചു തരാം. ഹംപിയിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേ ഇതുപോലത്തെ കാൽപാദങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, കുറേ കാൽപാദം. ഒരു പാമ്പാണ് ഈ കാണുന്നത്, കണ്ടോ. എനിക്കങ്ങനെ ശിവൻ്റെയൊക്കെ ഇതായിരിക്കും കൂടുതലെന്ന് തോന്നുന്നു. ഈ കാണുന്നതാണ് സുഗ്രീവ ഗുഹ കേട്ടോ. പിന്നെ നമ്മൾ വന്നു കഴിയുമ്പോൾ ഇവിടെ ചെറിയൊരു സ്ഥലമുണ്ട്, ഇതുണ്ടല്ലേ, വലിയൊരു പാറയുടെ ഉൾവശമായിട്ട്. ഇത് നല്ല തണുപ്പാട്ടോ അതിൻ്റെ ഉള്ളിൽ. ഇത് വെള്ളമൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. വെള്ളം വയ്ക്കാൻ കുടത്തിനകത്തല്ല, വെള്ളം ശേഖരിക്കാൻ വേണ്ടിയിട്ട്. ഫുള്ള് ഉള്ളിലൊക്കെ എന്തോ ചെയ്തിട്ടുണ്ട്, സിമെൻ്റ് അല്ല, വേറെ എന്തോ സാധനം വെച്ചിട്ട് ചെയ്തേക്കുന്നത്, കണ്ടില്ലേ. അയ്യോ, ഇത് ഞാൻ കണ്ടില്ല കേട്ടോ. നിങ്ങളുണ്ടായിരുന്നോ? കണ്ടോ, ദൈവത്തിൻ്റെ ഇതൊക്കെ ഉണ്ട്, ഉണ്ടോ? ഇത് ഞാൻ കണ്ടില്ല, ഞാൻ ഇപ്പോഴാണ് കണ്ടത്. ഇവിടെ ഒരു അണ്ണാൻ്റെ കൂടുണ്ട്. ഇതൊക്കെ അകത്തിട്ട് പ്രതിഷ്ഠ കാര്യങ്ങളൊന്നുമില്ല അതിൻ്റെ അകത്ത്. ജസ്റ്റ് ഇങ്ങനെ ഒരു എന്താ പറയുക, വലിയൊരു പാറ, അതിൻ്റെ അകത്തൊരു ചെറിയൊരു സ്പേസ്, അത്രയേ ഉള്ളൂ. ഇത് തിരികെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത് കണ്ടില്ലേ, ഇതുണ്ടോ, ഒരു വലിയ പാറയത്, അതിൻ്റെ അകത്തൊരു സ്ഥലം, ചെറിയ സ്ഥലം. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് സുഗ്രീവ ഗുഹ. സുഗ്രീവൻ ഗുഹ. ഇവിടെ താമസിച്ചു എന്നുള്ളതൊക്കെ ആയിരിക്കണം ഐതിഹ്യം, എനിക്കറിയാൻ പാടില്ല. അത് ചോദിച്ച് മനസ്സിലാക്കാൻ ഇവർ ഭയങ്കര കന്നഡക്കാരെ, നമുക്കൊന്നും കിട്ടൂല പറഞ്ഞു കഴിഞ്ഞാൽ. എന്തൊക്കെയാണ് അവർ പറയും, നമ്മളിനെ കേട്ടോണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ ആദ്യം കണ്ടില്ല മറ്റേ വീടുകൾ ഇതാക്കാൻ വേണ്ടിയിട്ടുള്ളത്, ഇപ്പോൾ നല്ല കാറ്റാട്ടോ. ആദ്യം വീടുകൾ ഇതുപോലെ കല്ലിനെ പൊക്കി പൊക്കിച്ച് നമ്മൾ അപ്പുറം കണ്ടില്ലേ, അതുപോലെ ആൾക്കാർ ചെയ്തേക്കുന്നതാണ് ഈ കാണുന്നത്. പിന്നെ ഈ കെട്ടിയിട്ടാണത് വേസ്റ്റ് തുണി കൊണ്ടേ കെട്ടിയിട്ടാണല്ലോ കേട്ടോ. ഓരോ ആൾക്കാർ കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട് കല്ല് അതിൻ്റെ അകത്തിട്ടിട്ട് കെട്ടിയിട്ടാണ് കാണുന്നത്. അതായത് ചെറിയൊരു തൊട്ടിൽ പോലെ കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടോ, കല്ല് തൊട്ടിൽ പോലെ കെട്ടിയിരുന്ന കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട്. കണ്ടോ ഈ മരത്തിൽ, ഇതെന്ത് മരമെന്ന് അറിയാൻ പാടില്ല. ജസ്റ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ബാക്കിയുള്ളവർക്ക് കൂടി മനസ്സിലാവുമല്ലോ. എനിക്കും അറിയാൻ പാടില്ല, അത് വേറെ കാര്യം. ഇത് ഇങ്ങനെ കെട്ടിയിട്ടേക്കുക ഫുള്ള്. പിന്നെ വീട് പണിയാൻ വേണ്ടിയിട്ട് വീടുകൾ പോലെ ഇങ്ങനെ പൊക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുന്നോട്ട് പോവാം. മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കും തോറും കാണാൻ അതിമനോഹരമായ സ്ഥലങ്ങൾ ഇനി വരാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഒന്നുകൊണ്ടും നിങ്ങൾ വിഷമിക്കണ്ട, ഈ കല്ലും പുല്ലൊന്നുമല്ല കാണിക്കാനുള്ളൂ, അടിപൊളി സ്ഥലങ്ങൾ ഇനിയും കാണിക്കാൻ കിടക്കുക. അപ്പോൾ കുറച്ച് സമയം കൂടി നിങ്ങൾ നിൽക്കുക, അപ്പോൾ തൊട്ട് റെഡിയാക്കാം. ഇനി നമുക്ക് കുറച്ച് കിലോമീറ്ററുള്ളൂ, 500 മീറ്റർ. ഓക്കെ, ഡൺ. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നമുക്ക് ഇനി അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ അടുത്ത സ്പോട്ടിൽ വെച്ച് കാണാം. ഇത്ര നേരം നിങ്ങൾ ഈ പാറകളിനകത്ത് പാറ വെച്ചിട്ട് പണിതേക്കുന്ന വീടുകളും കാര്യങ്ങളും കണ്ടേ. ഇനി ഞാൻ പക്കാ പ്രകൃതി ഭംഗി കാണിച്ചേ. അടിപൊളി പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലം. എങ്ങനെയുണ്ട്? ഒരു ചായക്കടയാണിത്. ഇരുട്ടാലോ. ഒരു ചായക്കട. ഈ മരം ഏതാണെന്നറിയാമോ? ഈ മരം മറ്റേ ഇതാട്ടോ, നമ്മൾ ചുവന്ന പൂക്കുണ്ടാണ് തന്നെ, വാഗമരമാണിത്. പക്ഷെ മഞ്ഞപ്പൂക്കള, വാഗയല്ലല്ലോ, സോറി, ഇത് വാഗയല്ല കേട്ടോ, ഇത് വേറെ എന്താ പൂവാ.
ഞാൻ മാലിപ്പാർ സ്കൂളിലുണ്ടായിരുന്നു കേട്ടോ ഈ സാധനം. ഞാൻ പഠിച്ച മാലിപ്പാർ സ്കൂളിലാലോ, അവിടെ ഉണ്ടായിരുന്നു സാധനം. ഈ പൂവില്ലേ, ഈ പൂവിൻ്റെ ഒന്ന് ആലോചിക്കുക. ഈ പൂവ് ഫുള്ളിങ്ങനെ ഉണ്ടായി നിൽക്കുമ്പോൾ നമ്മൾ ഈ സ്ഥലത്ത് തന്നെ ഒന്ന് ആലോചിക്കുക. ഒരു മഞ്ഞ മയായിരിക്കും ഇവിടെ മൊത്തം. ഉണ്ടോ, അടിപൊളി സ്ഥലമല്ലേ നോക്കി. ഇവിടെ നമുക്ക് ചായയും കുടിച്ച് അത്യാവശ്യം സ്ഥലവും കണ്ട് റെസ്റ്റൊക്കെ എടുത്ത് പോവാം. ചായ വേണവർക്ക് ചായ കുടിക്കാം. അതേപോലെ കടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ അതവിടെ കരിമ്പിൻ ജ്യൂസ് കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് സുഖമായിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലവും കൂടി ഉണ്ട്. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഈ കാണുന്ന ഒരു ഇത് കണ്ടോ, ഇത് ശരിക്കും ഈ പുഴയുടെ നടുക്കാണുള്ളത്. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അത് മൊത്തമില്ല, ഇപ്പോൾ ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ, ഈ ഒരു ഇത്ര ഭാഗമുള്ളൂ, ബാക്കി മൊത്തം പോയി കേട്ടോ. ഇത് കണ്ടോ, ഒരു ചായയൊക്കെ മേടിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ചായ കുടിക്കാം അടിപൊളിയിട്ടിരുന്ന്. ഞാനാ പറഞ്ഞ സ്ഥലം തേക്ക് തന്നെ, അതിൻ്റെ അടിവശം മാത്രമേ ഉള്ളൂ, മേൽവശം മൊത്തം പോയി. ഇപ്പോൾ ശരിക്കും വെള്ളം കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് അത് കാണാൻ പറ്റുന്നത്. ഞാൻ ആദ്യം വന്ന സമയത്ത് ആ മേളിലത്തെ കല്ലുകളൊക്കെ, ആ മേളിലത്തെ കല്ല് നിൽക്കുന്ന ഭാഗമല്ലേ, അതത്ര ഭാഗം മൊത്തം വെള്ളം കയറി മുങ്ങി നിൽക്കുമായിരുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ട് മഴ ഉണ്ടായില്ല. ഈ തെങ്ങിൻ്റെ തെങ്ങും പോയിട്ട് പനയുടെ അവിടെ വരെ വെള്ളമായിരുന്നു. പിന്നെ മുതലൊക്കെ ഉണ്ടെന്നാട്ടോ പറഞ്ഞത്. ആരും വെള്ളത്തിലിറങ്ങാൻ നിൽക്കണ്ട, മുതലയുടെ ഒക്കെ പടം കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിലിറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ മുതൽ കൊണ്ടുപോകും. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു ഇനി വെള്ളത്തിലിറങ്ങാൻ മതിയൊന്നും മറ്റേ പറയരുത്. പിന്നെ ഈ കാണുന്നൊരു പാലം പോലെ എന്തോ പണിതേക്കണെയാണ് ഈ കാണുന്നത്. നടുക്കേക്കടെ പോകണുണ്ടോ, അത് പാലം പോലെ എന്തായിരുന്നു. അവിടെ ഒരു ചെറിയൊരു അമ്പലോ കൊട്ടാരോ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ. നമുക്ക് അവിടെ പോകണമെങ്കിൽ നമ്മൾ അപ്പർ സൈഡിൽ തന്നെ, അതായത് ഹിപ്പി ഐലൻഡിൽ വന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ. അപ്പോൾ നമുക്ക് ഇത് ക്രോസ് ചെയ്യാൻ വേറെ ഓപ്ഷനോ കാര്യങ്ങളൊന്നുമില്ല. കണ്ടില്ല, നല്ല ഒഴുക്കുള്ള സ്ഥല. അപ്പോൾ ആരെങ്കിലും വന്ന് വെള്ളത്തിൽ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചിട്ട് ഇറങ്ങുക. അതിലിറങ്ങാൻ സമ്മതിക്കില്ല, അത് വേറെ കാര്യം. അതിന് പോലീസുകാർ ഭയങ്കര സീനാണ്, അടിച്ച് പുറം പൊളിച്ചിടും. നാട്ടിലെ പോലീസുകാരെ പോലെ ഒന്നുമല്ല, നമുക്ക് പറയാനും പറ്റില്ല അവന്മാരുടെ അടുത്ത്. പുറമൊക്കെ ചെയ്യുമ്പോൾ പപ്പടം പൊട്ടിക്കും പോലെ പൊട്ടിക്കും. ഇതേ കാണുന്നില്ല, അതൊരു പാലത്തിൻ്റെതായിരുന്നു, അത് മൊത്തം പൊളിഞ്ഞു പോയി. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു കുറച്ച് ദൂരം കൂടി ഉള്ളൂ പോയി കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് പയ്യെ അങ്ങോട്ടേക്ക് പോവാം. എൻ്റെ ഈ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ എൻ്റെ സംസാരത്തിൻ്റെ ഇത് നിങ്ങൾ എന്തായാലും അഭിപ്രായം പറഞ്ഞു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് അങ്ങനെ സംസാരം എൻ്റെ സെറ്റപ്പ് അല്ലായിരുന്നു, അത് എനിക്ക് തന്നെ അറിയാം. ഇതെങ്ങനെയുണ്ട് നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു. ഇനിയിപ്പോൾ ഇതിനേക്കാൾ അടിപൊളിയായിട്ട് ബെറ്ററായി കൊണ്ടുവരായിരിക്കും. എൻ്റെ ഈ വ്ളോഗ് എങ്ങനെയുണ്ട് നിങ്ങൾ പറഞ്ഞു ഇത് കണ്ടിട്ട്. പിന്നെ ഇതുണ്ടല്ലേ, ഇസോസിനെ ഈ സൈസ് സാധനങ്ങളാണ് ഇവർ ചെയ്ത് വെച്ചേക്കുന്നത് ഇവിടെ. കണ്ടില്ലേ, ഇതിനേക്കാളും അടിപൊളിയാണ് ഇതിൻ്റെ അകത്ത്. ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ മ്യൂസിക്കൽ പില്ലറുകളില്ലേ, അതായത് തൂണുകൾ മുട്ടി കഴിയുമ്പോൾ സൗണ്ട് കേൾക്കുന്നത് ആ സാധനം, അതൊക്കെ ഇതിൻ്റെ അകത്താണുള്ളത്. അപ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട്, നമ്മൾ ഈ വീഡിയോ ഇതിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോൾ എൻഡ് ചെയ്തിട്ട് അത് അടുത്ത വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെന്നോട് ക്ഷമിക്കുക, വേറൊന്നുമല്ല, ഞാൻ എന്താ ഇത്ര വെയിൽ കൊണ്ടുവരുന്നാലോ. അപ്പോൾ നിങ്ങളെന്തായാലും ജസ്റ്റ് ഒറ്റ വീഡിയോയിൽ എത്ര സമയം കൊടുത്ത് നിങ്ങൾ ഓടിച്ച് കാണുന്നേക്കാളും ഭേദമായിരിക്കുമല്ലോ ചെറിയ ചെറിയ സമയം കൊടുത്ത് നല്ല നല്ല വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് നല്ലതല്ലോ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ കാണാനുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് നേരെ ഇനി അതിൻ്റെ അകത്തിട്ട് പോവാം. ഇനി അവിടുത്തെ ആ ഭാഗത്തുള്ള ആൾക്കാർ നിൽക്കുന്ന ആ ഭാഗത്തുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഞാൻ ഇപ്പോൾ പറയാം.